1969 സുപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ പുറത്തു വന്ന നദി സംവിധായകൻ വിൻസെൻറ്റിൻ്റെ ഒരു ക്ലാസിക് ചിത്രമായിരുന്നു. ആലുവ പുഴയിൽ 2 വലിയ വള്ളങ്ങളിൽ താമസിക്കുന്ന 2 കുടുംബങ്ങളുടെ കഥ പറഞ്ഞ നദി വയലാർ ദേവരാജൻ ടീമിൻ്റെ ഗാനങ്ങൾ കൊണ്ടും സമ്പന്നമായിരുന്നു. 2 കെട്ടുവള്ളങ്ങളിൽ കഴിയുന്ന കുടുംബങ്ങളുടെ ഇണക്കങ്ങളിലൂടെയും പിണക്കങ്ങളിലൂടെയും ഒഴുകുന്ന കഥാഗതിയിൽ ഇതിലെ ഗാനങ്ങൾക്ക് നിർണായകമായ പങ്കുണ്ടായിരുന്നു. ഗാനങ്ങളോടൊപ്പം ഈ ചിത്രത്തെയും പ്രേക്ഷകർ നെഞ്ചേറ്റി. ഒട്ടേറെ പുതുമകൾ നിറഞ്ഞ ഈ ചിത്രത്തിൽ പ്രേംനസീർ ഗിറ്റാർ വായിച്ച് പാടുന്ന ഒരു ഗാനരംഗമുണ്ട്. കാൽപ്പനികതയുടെ ആലിപ്പഴങ്ങൾ ശ്രോതാക്കളിൽ വിതറിയ കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും പൊന്നരഞ്ഞാണം ഭൂമിക്ക് ചാർത്തും പുഴയുടെ ഏകാന്ത പുളിനത്തിൽ പൊന്നരഞ്ഞാണം ഭൂമിക്ക് ചാർത്തും പുഴയുടെ ഏകാന്ത പുളിനത്തിൽ നിൻ മൃദുസ്മേരത്തിൻ ഇന്ദ്രജാലം കണ്ടു നിൻ മൃദുസ്മേരത്തിൻ ഇന്ദ്രജാലം കണ്ടു നിത്യവിസ്മയവുമായി ഞാനിറങ്ങി നിത്യവിസ്മയവുമായി ഞാനിറങ്ങി സഖി ഞാനിറങ്ങി കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും നിന്നെ കുറിച്ചു ഞാൻ പാടിയ പാട്ടിന് നിരവധിയോളങ്ങൾ ശ്രുതിയിട്ടു നിന്നെ കുറിച്ചു ഞാൻ പാടിയ പാട്ടിന് നിരവധിയോളങ്ങൾ ശ്രുതിയിട്ടു നിൻ മനോരാജ്യത്തെ നീലക്കടമ്പിൽ നീ നിൻ മനോരാജ്യത്തെ കളിത്തോണി കെട്ടിയിട്ടു എൻ്റെ ഈ കളിത്തോണി കെട്ടിയിട്ടു സഖി കെട്ടിയിട്ടു കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും. മലയാളത്തിൻ്റെ പ്രിയ നായികയായിരുന്ന റാണി ചന്ദ്ര ആദ്യമായി തമിഴിൽ അഭിനയിച്ച ചിത്രമാണ് 1976 പുറത്തു വന്ന ഭദ്രകാളി. മലയാളത്തിൻ്റെ ദുരന്ത നായികമാരുടെ പട്ടികയിൽ വിജയശ്രീക്ക് ശേഷം നമുക്ക് ഓർമ്മ വരുന്ന പേരാണ് റാണി ചന്ദ്രയുടേത്. സ്വപ്നാടനം, തണൽ, ചെമ്പരുത്തി തുടങ്ങിയ ചിത്രങ്ങളുടെ അവരുടെ വളരെ നാച്ചുറലായിട്ടുള്ള അഭിനയ രീതി വളരെയധികം പ്രശംസയ്ക്ക് പാത്രമായിരുന്നു. കേരള ഗവൺമെൻറ്റിൻ്റെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും അവർക്ക് ലഭിച്ചു. ഉന്നതിയിലേക്ക് കുതിച്ചുകൊണ്ടിരുന്ന ആ അനുഗ്രഹീത നടി തൻ്റെ ആദ്യ തമിഴ് ചിത്രമായ ഭദ്രകാളിയുടെ ചിത്രീകരണത്തിനിടയ്ക്ക് തന്നെ ഒരു ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ട് മരണപ്പെടുകയായിരുന്നു.
കാളി എന്ന പേരിൻ്റെ ദുർലക്ഷണ വ്യാഖ്യാനം അതോടെ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം IV ശശി സംവിധാനം ചെയ്ത കാളി എന്ന ചിത്രത്തിന് ആ പേരിടരുതെന്ന് നിറയെ പേർ നിർബന്ധിച്ചെങ്കിലും അദ്ദേഹം നിർബന്ധപൂർവ്വം അതേ പേരിട്ടു. അതിൻ്റെ ചിത്രീകരണത്തിനിടയ്ക്ക് നിറയെ സ്റ്റണ്ടുകാർ മരിക്കുകയും നിറയെ കുതിരകൾ ചത്തുപോവുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. എന്തായാലും നമുക്ക് ആ കഥകളൊക്കെ അവിടെ വയ്ക്കാം. ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം ശ്രീ ഇളയരാജയായിരുന്നു. അന്നക്കിളിക്ക് ശേഷം ഇളയരാജയുടെ മനോഹര ഗാനങ്ങൾ നമ്മൾ കേട്ടത് ഭദ്രകാളിയിലൂടെയാണ്. ഗാനഗന്ധർവൻ യേശുദാസ് ആദ്യമായി ഇളയരാജയ്ക്ക് വേണ്ടി പാടിയത് കണ്ണനൊരു കൈക്കുഴന്தை എന്ന ഈ ഗാനമാണ്. സുശീലാമ്മയുടെ കൂടെ അദ്ദേഹം അനശ്വരമാക്കിയ ഈ ഗാനരംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത് റാണിചന്ദ്രയുടെ കൂടെ അഭിനയിച്ചിട്ടുള്ളത് ഇന്നത്തെ പ്രശസ്ത നടന്മാരായ സൂര്യയുടെയും കാർത്തിയുടെയും അച്ഛനായ ശിവകുമാറാണ്. നമുക്കൊന്നുകൂടി കാണാം. கண்ணிரண்டும் தான் மயங்க என்ன தவம் செய்தேனோ என்னவென்று சொல்வேனோ பிறப்பும் இணைந்திருக்கும் சொந்தம் இந்த சொந்தமம்மா வாழ்விருக்கும் நாள் வரைக்கும் தஞ்சமுந்தன் நெஞ்சமம்மா காயத்ரி மந்திரத்தை உச்சரிக்கும் பக்தனம்மா கேட்கும் வரம் கிடைக்கும் வரை கண்ணுறக்கம் மறந்ததம்மா வஞ்சி மகள் வரும்போது ஆசை வரும் ஒரு கோடி வஞ்சி மகள் வரும்போது ஆசை வரும் ஒரு கோடி கண்ணம் சிந்தும் தேனமுதை கொண்டு செல்லும் என் மனதை கையிரண்டில் நான் எடுத்து பாடுகிறேன் மைவிழிய தாலேலோ